നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാനുമായി അതിർത്തിയില്ലെങ്കിലും 2000 കിലോമീറ്റർ അകലെ നിന്ന് മറ്റു രാജ്യങ്ങളുടെ മുകളിലൂടെ ഇറാനിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ കൃത്യമായി മാർക്ക് ചെയ്ത് പ്രിസിഷൻ ഹീറ്റിംഗ് നടത്തുന്ന ഇസ്രായേലിന്റെ കഴിവ് അത് ലോകരാജ്യങ്ങൾ വീണ്ടും കണ്ട് അത്ഭുതപ്പെടുകയാണ്. ചറവറ മിസൈലുകളും ഡ്രോണുകളും വരുമ്പോൾ ചിലതൊക്കെ തടയാൻ കഴിയാതെ വരികയും അവ വീണു പൊട്ടുന്നതും സ്വാഭാവികമാണ്. എന്നാൽ ഇസ്രായേൽ എന്താണ് ചെയ്യുന്നതെന്നും ഇത്രയും ദൂരം യുദ്ധവിമാനങ്ങൾ നേരിട്ട് പോയി കൃത്യമായ ലക്ഷ്യങ്ങളിൽ ആക്രമണം നടത്തുകയാണ്. ഇറാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എത്രത്തോളം ദുർബലമാണ് എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമാണ്. ഏതായാലും പിടിച്ചു നിൽക്കാൻ ഇറാൻ പെടുന്ന തന്ത്രപ്പാടുകൾക്കിടയിൽ ഇസ്രായേലിന്റെ അവിടെ തകർത്തു ഇവിടെ തകർത്തു എന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലായി നിരത്തിയിട്ടുള്ള അവകാശവാദം ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് തമ്മിലടിപ്പിച്ച് ലക്ഷ്യം ഭേദിക്കുന്ന പുതിയ തന്ത്രം പരീക്ഷിച്ചതായിട്ടാണ് ഇറാൻ അവകാശപ്പെടുന്നത്. പല തലങ്ങളിലുള്ള ആകാശ കാവൽ മറികടന്ന് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഹൈഫയും ടെലവീവും ഉൾപ്പെടെ ഇസ്രായേലിലെ നിർണായക സ്ഥാനങ്ങളിൽ എത്തിയത് ഈ പുത്തൻ തന്ത്രത്തിലൂടെയാണെന്നാണ് അവകാശവാദം. അയൺ ഡോം പ്രതിരോധ സംവിധാനത്തിലെ മിസൈലുകൾ ഇസ്രായേലിന്റെ തന്നെ നെവാദിം വ്യോമതാവളത്തിൽ പതിക്കുന്നതായി അവകാശപ്പെടുന്ന വീഡിയോ തുർക്കിയിലെ മാധ്യമങ്ങൾ പുറത്തുവിടുകയും ചെയ്തു. US ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സാങ്കേതിക പിന്തുണയുണ്ടായിട്ടും ആക്രമണം തടുക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞില്ലെന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ചൂണ്ടിക്കാട്ടുന്നത്. ഇറാൻ പിന്തുണയുള്ള യമനിലെ ഹൂത്തി വിഭാഗം തൊടുത്ത മിസൈലും ഇസ്രായേൽ പ്രതിരോധം മറികടന്നതായി റിപ്പോർട്ടുണ്ട്. ഇറാന്റെ അവകാശവാദത്തെക്കുറിച്ച് ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല. ശക്തമായ ആക്രമണമാണ് നടക്കുന്നതെങ്കിലും ഈ പറഞ്ഞതെല്ലാം ഒന്നും കൂടി വിശദമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഇറാൻ പറയുന്നത് പോലെ ഇറാൻ തൊടുത്ത മിസൈലുകൾ മുഴുവൻ ലക്ഷ്യം കണ്ടിരുന്നെങ്കിൽ, അതായത് ഈ ജൂതരാഷ്ട്രത്തിൽ വീണിരുന്നെങ്കിൽ കേരളത്തിന്റെ പകുതി മാത്രം വലിപ്പമുള്ള ഇസ്രായേൽ ഇപ്പോൾ ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇറാന്റെ അവകാശവാദം വിശ്വസിക്കാൻ അല്ലെങ്കിൽ അത് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. അയൺ ഡോം വൻ വിജയം തന്നെയാണ്. അത് പലപ്പോഴും ലോകം കണ്ടിട്ടുള്ളതാണ്. അതേസമയം സാധാരണക്കാരുടെ ജീവനോർത്ത് ആശങ്കകൾ ഉയരുകയാണ്. രണ്ട് ഭാഗത്താണെങ്കിലും സാധാരണക്കാരെ ലക്ഷ്യം വെച്ച് അവർ കൊല്ലപ്പെടുന്നത് ഏറെ ദുഃഖമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഡ്രോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇറാൻ. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഉപയോഗിക്കാൻ 10,000 ഡ്രോണുകളാണ് ഇറാൻ റഷ്യക്ക് നൽകിയിരിക്കുന്നത്. ഇതിന് പകരമായി ഇറാന് റഷ്യ എന്തൊക്കെയാണ് നൽകിയതെന്നാണ് പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്തത്. അമേരിക്കയെ പോലും ആക്രമിക്കാൻ തയ്യാറാണെന്ന് ഇറാൻ പരസ്യമായി പ്രഖ്യാപിച്ചതോടെയാണ് ഈ കൊടുക്കലും വാങ്ങലും പരിശോധിക്കപ്പെടുന്നത്. 3 വർഷമായിട്ടും യുക്രൈന് നേരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ലാത്ത റഷ്യ ഇതുവരെ വൻ പ്രഹരശേഷിയുള്ള ആയുധം പ്രയോഗിച്ചിട്ടില്ല. പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന യുക്രൈനിലെ ജനതയോടുള്ള വൈകാരികമായ ബന്ധമാണ് യുദ്ധപ്രഖ്യാപനത്തിൽ നിന്നും റഷ്യയെ പിറകോട്ട് അടുപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനവാസ കേന്ദ്രങ്ങളും റഷ്യ ആക്രമിച്ചിട്ടില്ല. ജൂതവംശജനായ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ മുൻനിർത്തി നാറ്റോയാണ് റഷ്യക്ക് നേരെ നിലവിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാകട്ടെ ലോകം മനസ്സിലാക്കിയ യാഥാർത്ഥ്യവുമാണ്. ഒരു ബോംബിൽ റഷ്യക്ക് തീർക്കാമായിരുന്ന ഈ സൈനിക നടപടി അതിന് തയ്യാറാക്കാതെ നീട്ടിക്കൊണ്ടു പോകുന്നതിന് പിന്നിൽ റഷ്യക്ക് മറ്റു പല അജണ്ടയും ഉണ്ടെന്നാണ് നാറ്റോ സഖ്യവും യൂറോപ്യൻ രാജ്യങ്ങളും കരുതുന്നത്. യൂറോപ്പ് കീഴടക്കാനാണ് പുടിൻ തയ്യാറെടുക്കുന്നതെന്ന് ഇപ്പോൾ ഏറ്റവും അധികം വിലപിക്കുന്നതും ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ കൈവശമുള്ള രാജ്യമായിരുന്നാൽ റഷ്യയുമായി ഒരു യുദ്ധപ്രഖ്യാപനം നടത്താൻ അമേരിക്ക ഉൾപ്പെടെയുള്ള ഒരു രാജ്യവും തയ്യാറുമില്ല. യുക്രൈൻ യുദ്ധത്തെ റഷ്യൻ സൈനികർക്കുള്ള ഒരു പരിശീലനമായി കാണുന്ന വ്ളാഡിമിർ പുടിന്റെ മാനസിക അവസ്ഥയല്ല ഇറാനും ഇസ്രായേലിനും ഉള്ളത്. ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇപ്പോൾ നടക്കുന്ന പോരാട്ടം നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. അമേരിക്ക ഇതുവരെ ഇസ്രായേലിന് വേണ്ടി യുദ്ധമുഖത്ത് ഇറങ്ങിയിട്ടില്ലെങ്കിലും അമേരിക്കൻ ചേരിയുടെ വലിയ സാങ്കേതിക സഹായങ്ങൾ അവർക്ക് തീർച്ചയായും ലഭിക്കുന്നുണ്ട്. മാത്രമല്ല അമേരിക്കയും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അവിടെയുള്ള പൗരന്മാർക്കും അവിടെ വന്ന് താമസിക്കുന്ന മറ്റുള്ള രാജ്യങ്ങളിലെ പൗരന്മാർക്കും. എന്നാൽ ഇറാനെ സംബന്ധിച്ച് ആ രാജ്യം ഒറ്റയ്ക്കാണ് പോരാടുന്നത്. സ്വയം നിർമ്മിച്ച ആയുധങ്ങളും മരണത്തെ ഭയക്കാത്ത സൈന്യവുമാണ് ഇറാന്റെ പ്രധാന കരുത്ത്. ആ കരുത്തിലേക്ക് റഷ്യയിൽ നിന്ന് എത്തിയ ആയുധങ്ങളും തീർച്ചയായും ഒരു ഗെയിം ചേഞ്ചറാണ്. ഡ്രോണുകൾ നൽകി ഇറാനെ അത്യാധുനിക ആയുധ ശേഖരങ്ങൾ നൽകിയാണ് റഷ്യ സഹായിച്ചതെന്നാണ് മൊസാദ് ഉൾപ്പെടെ സംശയിക്കുന്നത്. പക്ഷേ അതൊക്കെ ഏതു തരത്തിലുള്ള ആയുധങ്ങളാണ്, എത്രത്തോളം പ്രഹരമേൽപ്പിക്കാൻ സാധിക്കുന്ന ആയുധങ്ങളാണ് എന്നതിനെ കുറിച്ച് ആർക്കും ഒരു സൂചനയുമില്ല. ഇറാന്റെ ആത്മവിശ്വാസം കൂടാൻ ഇതും ഒരു പ്രധാന കാരണമാകാൻ തന്നെയാണ് സാധ്യത.
ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഇതിനകം തന്നെ നാണം കെട്ടിരിക്കുന്നത് ഇസ്രായേലാണ്. ഇതിനകം തന്നെ ഇസ്രായേൽ ക്ഷീണിച്ചോ എന്നുള്ള ചോദ്യം കൂടി ചില യുദ്ധവിദഗ്ധർ ഉയർത്തുന്നുണ്ട്. കാരണം ഇറാൻ പറയുന്നതനുസരിച്ച് ആർക്കും തടുക്കാൻ കഴിയില്ലെന്ന് അവർ ലോകത്തെ വിശ്വസിപ്പിച്ചിരുന്ന മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തെന്നും ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിലുടനീളം പതിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ ഇറാന്റെ മിസൈൽ ശേഖരത്തെ തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ലെന്നാണ് ഇറാൻ സൈന്യം വ്യക്തമാക്കുന്നത്. ഇറാന്റെ മിസൈൽ ശേഖരങ്ങളെല്ലാം തന്നെ ഭൂഗർഭ അറകളിലാണ് എന്നതാണ് അവയെ സുരക്ഷിതമാക്കുന്നത്. മാത്രമല്ല ഇസ്രായേൽ ആക്രമിക്കാൻ ഒരു യുദ്ധവിമാനത്തിന്റെ പോലും ആവശ്യമില്ല എന്നതും ഇറാനെ സംബന്ധിച്ച് യുദ്ധമുഖത്തൊരു നേട്ടമാണ്. ഇറാഖ്, ജോർദാൻ എന്നീ 2 രാജ്യങ്ങളിലെ മുകളിലൂടെ പറന്നാണ് കൃത്യതയോടെ ഇസ്രായേൽ നഗരങ്ങളിൽ ഇറാൻ ആക്രമിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കയുടെ താഴ് പ്രതിരോധ സംവിധാനം ഈ ആക്രമണത്തിൽ കാര്യമായി പ്രവർത്തിച്ചിട്ടില്ല എന്നാണ് ഇറാൻ അവകാശവാദം ഉന്നയിക്കുന്നത്. എത്ര മാസം വേണമെങ്കിലും ഒറ്റയ്ക്ക് നിന്ന് യുദ്ധം ചെയ്യാൻ ശേഷി ഇപ്പോഴും ഇറാനുണ്ട്. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് 2 മാസത്തിൽ കൂടുതൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നുള്ളതാണ് യുദ്ധവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ പോലും അമേരിക്കയുടെ സഹായവും ഇസ്രായേൽ ആവശ്യമായി വരും. അതാണ് നിലവിലെ അവസ്ഥ. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ നീക്കം നടത്തിയതായ ഒരു വെളിപ്പെടുത്തലുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ട്രംപിനെ പ്രകോപിപ്പിച്ച് അമേരിക്കയെ യുദ്ധത്തിൽ ഇറക്കുക എന്നതാണ് ഇതിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് ഇറാൻ കടന്നിട്ടുമില്ല. ട്രംപും നെതന്യാഹുവും പ്ലാൻ ചെയ്ത ആക്രമണമാണ് ഇറാന് നേരെ നടന്നിരിക്കുന്നത് എന്നാണ് ഇറാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ട്രംപും അമേരിക്കയും അവരുടെ ടാർഗറ്റ് തന്നെയാണ്. ഇസ്രായേലിനൊപ്പം കൂടി ആക്രമിക്കാൻ ശ്രമിച്ചാൽ പശ്ചിമേഷ്യയിലെ മുഴുവൻ അമേരിക്കൻ താവളങ്ങളും തകർത്ത് കളയുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇസ്രായേലിലെ ഇറാന്റെ പ്രതികാരത്തിന്റെ ആഴമറിഞ്ഞ അമേരിക്ക ആ സാഹസത്തിന് ഇനി മുതിരുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. ഇറാന് നേരെ ആണവായുധം പ്രയോഗിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചാൽ അത് സംഘർഷത്തിലേക്ക് നേരിട്ട് റഷ്യയെ കൊണ്ടുവരുന്നതിന് തുല്യമായാണ് മാറുക. പിന്നെ ഭൂപടത്തിൽ തന്നെ ഇസ്രായേൽ എന്ന രാജ്യം ഉണ്ടാകണമെന്നില്ല. ഇസ്രായേൽ പദ്ധതി സംബന്ധിച്ച് ഇറാൻ ഭരണകൂടം നിരന്തരമായാണ് റഷ്യയുമായി ആശയവിനിമയം നടത്തുന്നത്. അമേരിക്ക നേരിട്ട് യുദ്ധത്തിൽ പങ്കാളിയാകുന്ന സാഹചര്യവും ഇറാന് നേരെ ആണവായുധം പ്രയോഗിക്കാനുള്ള നീക്കവും ഉണ്ടായാൽ രംഗത്തിറങ്ങാനാണ് റഷ്യയുടെ തീരുമാനം. ഇക്കാര്യം ട്രംപിനെയും പുടിൻ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിനിടെ വിവിധ രാജ്യങ്ങളിലെ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ വൻ ആക്രമണ പദ്ധതി തന്നെ തയ്യാറാക്കുന്നതായ വിവരവും ഇപ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ചില സൂചനകൾ വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ഹോളിവുഡ് സിനിമകളിൽ കാണുന്നത് പോലെ ടാർഗറ്റ് കേന്ദ്രങ്ങളിൽ വലിയ രൂപത്തിൽ മിന്നൽ ആക്രമണം നടത്താൻ ശേഷിയുള്ള ഗ്രൂപ്പുകളാണിത്. ഈ വിഭാഗവും ആക്റ്റീവ് ആയതോടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട സാഹചര്യമാണ് അമേരിക്കയും സഖ്യകക്ഷികൾക്കുമുള്ളത്. നിലവിലെ പ്രത്യേക സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സുരക്ഷയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രിയാകട്ടെ മകന്റെ വിവാഹം പോലും മാറ്റിവെച്ച് ബങ്കറിൽ തന്നെ തുടരുകയാണ് ചെയ്യുന്നത്. ഇറാനെ ആക്രമിച്ചത് വിഡിത്തമായി പോയെന്ന ചിന്താഗതി ഇസ്രായേലിനകത്തും ഇപ്പോൾ ശക്തിപ്പെട്ടിട്ടുണ്ട്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം കടുക്കുന്നതായി റിപ്പോർട്ട്. ടെഹ്റാൻ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാനിൽ 45 പേർ മരിച്ചു, 100-ലേറെ പേർക്ക് പരിക്കേറ്റു. ഇറാന്റെ മിസൈൽ ശേഖരത്തിന്റെ 1/3 തകർത്തെന്ന് സൈന്യം അവകാശപ്പെടുന്നു. അതേസമയം ഇസ്രായേലി നഗരങ്ങളിലേക്കും ഇറാൻ ആക്രമണം നടത്തുകയാണ്. ഹൈഫയും ടെലവീവും അടക്കം നഗരങ്ങളിൽ ഉന്നമിട്ട് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയെന്നും ഇതുവരെ 21 പേർ മരിച്ചതായും 631 പേർക്ക് പരിക്കേറ്റതായും പറയുന്നു.